ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേർഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ഹിസ്റ്ററിയിലേക്ക് സ്വാഗതം. ആരാണ്? റൈഹാൻ പഠിക്കാണോ? ചെറിയ മോനാണോ? ഏത് ക്ലാസ്സിലാണ്? 7ാം ക്ലാസ്സിൽ. മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ട് വിളിക്കാണോ? സമ്മാനം വാങ്ങോ? ഇൻഷാല്ലാ. ഓക്കെ. എവിടെയാണ്, ഏത് സ്കൂളിലാണ് മോൻ പഠിക്കുന്നത്? ജാമിയ നദവിയ. എവിടെ? ഇത് തിരൂരാണോ? എടവണ്ണ. വീട്ടില് പിന്നെ ആരൊക്കെ ഉണ്ട്? ഉമ്മ, അപ്പ, പിന്നെ താത്ത ഏത് ക്ലാസ്സിലാ പഠിക്കണേ? +1. പിന്നെ മോന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ പരിപാടി കാണാറുണ്ടോ? പരിപാടിനെ കുറിച്ചൊക്കെ അറിയാലോ അല്ലെ? അറിയാം. അപ്പൊ ഇന്ന് 3 ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ട് സമ്മാനം വാങ്ങോ? ഇൻഷാല്ലാ, നോക്കാം. അപ്പൊ എന്നാ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്: ക്ഷമിക്കുന്നവർക്ക് മാതൃകയായി പറയപ്പെട്ടിട്ടുള്ള പ്രവാചകൻ ആരാണ്? ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെട്ട പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്. 1. ഓപ്ഷന്റെ ആവശ്യമില്ലേ? ഓപ്ഷന്റെ ആവശ്യമില്ല, സിമ്പിൾ ആണ് അല്ലെ? അയ്യൂബ് നബി. എന്താണ് അയ്യൂബ് നബിനൊക്കെ പറയാൻ കാരണം? ഓ, രോഗം വന്നപ്പോ ക്ഷമിച്ച്. പിന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ, രോഗം കൊണ്ടും ഒരുപാട് വേദനകൾ കൊടുത്തും അള്ളാഹു പരീക്ഷിച്ചിട്ടുള്ള പ്രവാചകനാണ് അയ്യൂബ് നബി അല്ലെ? ഓക്കെ. അപ്പൊ നിങ്ങൾ ക്ഷമാശീലരാകൂ അയ്യൂബിനെ പോലെ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ എന്നാ പിന്നെ അത് ഉത്തരം ശരിയായിരിക്കുമല്ലോ. അപ്പൊ ഉത്തരം ശരിയാണ്, ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. അപ്പൊ ചെറിയ കുട്ടികൾ ഇത്തരം നല്ല ആൻസേഴ്സ് ഒക്കെ പറയണ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ സ്കൂളിൽ തന്നെ മോറൽ സ്റ്റഡീസ് ആണോ? എങ്ങനെയാണ്? സ്കൂളിൽ തന്നെ മദ്രസയും അറ്റാച്ച്ഡ് ആയിട്ടാണല്ലേ? ഓക്കെ. ഏതാണ് സബ്ജക്ട് ഏറ്റവും ഇഷ്ടം? ഇംഗ്ലീഷ്. ഓക്കെ. അപ്പൊ എന്നാല് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യത്തിന് ക്ലൂ ഉണ്ടായിരിക്കില്ല, ഓപ്ഷൻ മാത്രമാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ. ചോദ്യം ഇതാണ്: ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ടിട്ടുള്ള പ്രവാചകൻ ആരാണ്? മൂസാ നബി അലൈഹിസ്സലാം. ഉറപ്പാണോ? ഇനി യൂസുഫ് നബി ആയിരിക്കോ? യൂസുഫ് നബിന്റെ കഥയൊക്കെ അല്ലേ കൊറേ ഉള്ളത്. ഒരു സംശയത്തിന്റെ ആവശ്യമൊന്നുമില്ല, മൂസാ നബിയാണ്. നിങ്ങളെ തെറ്റിക്കാനൊന്നും നോക്കണ്ട അല്ലേ? അപ്പൊ ഉത്തരം ശരിയാണ്, മൂസാ നബി അലൈഹിസ്സലാം. അപ്പൊ ആരാണ് നിങ്ങൾക്ക് മോറൽ സ്റ്റഡീസും ഇസ്ലാമിക ചരിത്രമൊക്കെ പഠിപ്പിക്കണത്? ആ ആളൊന്ന് കാണണല്ലോ. അപ്പൊ എന്തായാലും 2 ഉത്തരവും ശരിയാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോ മൂന്നാമത്തെ ചോദ്യം, മൂന്നാമത്തതും കൂടെ ശരിയാക്കി കഴിഞ്ഞാൽ എന്തായി? പോയോ? മൂന്നാമത്തെ ചോദ്യം കൂടെ ശരിയാക്കി കഴിഞ്ഞാ സമ്മാനം ഞാൻ എടുക്കല്ലേ? സമ്മാനം അത് പറയേ, സമ്മാനം എനിക്കല്ലേ, ഞാനല്ലേ ഉത്തരം പറഞ്ഞത് എന്ന് പറ. അപ്പൊ ചോദ്യം ഇതാണ്, ചോദ്യം ചോദിക്കട്ടെന്നാ? മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനും ക്ലൂ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിലും പേരെന്തേന്നു മോന്റെ? റൈഹാൻ ഇതുവരെ എന്റെ അടുത്തുനിന്ന് ഓപ്ഷൻസോ ക്ലൂവോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഇനി മൂന്നാമത്തെ ചോദ്യവും അതേപോലെ തന്നെ ഈസി ആയിട്ട് പറയാം. അപ്പൊ ചോദ്യം ഇതാണ്: ഖുർആനിലെ ഒരായത്തില് അള്ളാഹു എന്ന പദം 6 തവണ പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ്?
ഏതായത്താണ്? ആയത്തുദ്ദൈൻ. ആയത്തുദ്ദൈൻ. ഉറപ്പാണോ? ആയത്തുദ്ദൈൻ ഏത് സൂറത്തിലാണ്? ബഖറ. ഇവിടെ മിടുക്ക. അപ്പോ 3 ചോദ്യങ്ങളും വളരെ എളുപ്പത്തില് ഒരു സഹായവും ഇല്ലാണ്ട് പറഞ്ഞിരിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടപ്പോൾ. കാരണം നല്ല മിടുക്കനായിട്ട് തന്നെ ഇത്ര കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മോൻ്റെ അധ്യാപകർക്കും അതേപോലെ തന്നെ പാരൻസിനും ആണ് ശരിക്കും താങ്ക്സ് പറയേണ്ടത്. അത്ര നന്നായിട്ട് മോന് ഈ അറിവുകളൊക്കെ പഠിപ്പിച്ചു തന്നതിന്. അപ്പോൾ അടുത്ത ആരാ ഉള്ളത്? ഉമ്മയാണോ? ഉമ്മനോടൊരു സ്പെഷ്യലായിട്ട് ഞങ്ങളൊരു അഭിനന്ദനം അറിയിക്കണം കേട്ടോ. അപ്പോ സമ്മാനം നേടിയിരിക്കുകയാണ്. ഉമ്മ ഉണ്ട് അടുത്ത്? ഉമ്മൻ്റെ വലൈക്കും അസ്സലാം. എന്തൊക്കെയാണ് വിശേഷം? നല്ല ഞങ്ങള് കാണലുണ്ട്, ഭയങ്കര ഇഷ്ടാണ് കേട്ടോ. ആണല്ലേ? അപ്പൊ ആദ്യമായിട്ടാണോ വിളിക്കണേ? ഞങ്ങള് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് വിളിക്കണേ. പിന്നെ മോനാണത്. നല്ല മിടുക്കം മോനാണ്. ഞാൻ അതാണ് ഉമ്മേന്റെ തരാൻ വേണ്ടി പറഞ്ഞത്. കാരണം നമ്മളെ വിളിച്ച പറഞ്ഞ ക്ലിയർ ആയില്ല. കാരണം നമ്മളെ കുട്ടികൾ വിളിക്കാറുണ്ട്, പക്ഷെ പല കുട്ടികൾക്കും ചിലപ്പോഴൊക്കെ ചെറിയ ഡൗട്ടൊക്കെ വരും. പക്ഷെ മോൻ അതിന്റെ ഒരു ഓപ്ഷന്റെ സഹായം പോലും വേണ്ടി വന്നിട്ടില്ല. എല്ലാ ഉത്തരങ്ങളും വളരെ, ഞാൻ ചോദ്യം ചോദിച്ച് മുഴുവനാവണതിന്റെ മുന്നേ തന്നെ ആൾക്ക് ഉത്തരം റെഡിയാണ്. ഇഷ്ടമാണ് ഇസ്ലാമിക് കാര്യങ്ങളൊക്കെ പഠിക്കാനും പിന്നെ ക്വിസിൽ പങ്കെടുക്കാനൊക്കെ ഒരു ഇഷ്ടമാണ്. അൽഹംദുലില്ലാ. അപ്പൊ ഇനി തുടർന്നും ഇത്തരത്തിലുള്ള സ്കൂളിലെല്ലാം നല്ല പ്രോഗ്രാംസിലൊക്കെ പങ്കെടുപ്പിക്കുക. എല്ലാ സബ്ജക്റ്റിലും ഇതേപോലെ തന്നെ നല്ല നോളജ് ഉള്ള ഒരു മോനായിട്ട് വളരട്ടെ. ആമീൻ. ഓക്കെ, അപ്പൊ എന്തായാലും സമ്മാനം ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും കോണ്ടാക്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാം, വീണ്ടും ഇതേപോലെ തന്നെ വിളിക്കുക. വിളിച്ചിട്ട് ഇൻഷാല്ലാ സമ്മാനം നേടാം. അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. അടുത്ത തവണ വിളിക്കാം കേട്ടോ. ഓ തീർച്ചയായിട്ടും വിളിക്കാം. പക്ഷെ മേ ബി ഫോൺ എൻഗേജ്ഡ് ആയിരിക്കും. എന്നാലും ട്രൈ ചെയ്തു നോക്കുക. കാരണം ഒരുപാട് പേര് വിളിക്കുമ്പോ അതിന്റെ ഒരു പങ്കെടുക്കാൻ ഇഷ്ടമാണ്. മോള് +1 പഠിക്കണേ. ഓ ആയിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വിളിച്ചോണ്ടു. വിളിക്കേണ്ട സമയം നമ്മള് പിന്നെ ടിവിയിൽ സ്ക്രോൾ ചെയ്ത് പോകും. അപ്പൊ ആ സമയം നോക്കിയിട്ട് വിളിച്ചാൽ മതി കേട്ടോ. ഇന്ന് 5 മണി വരെ ഇന്ന് 5 മണി വരെയാണ് സമയമുള്ളത്. അപ്പൊ അതിനകത്ത് വിളിച്ചാൽ മതി. അപ്പോ മാക്സിമം കോൾസ് വന്നിട്ട് എൻഗേജ്ഡ് അല്ലെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ എന്നാ ശരി. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ഹലോ. വലൈക്കും അസ്സലാം. ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഫാത്തിമ. മിസ്ന. എവിടെയാണ് സ്ഥലം? വളാഞ്ചേരി. മുന്നേ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല. പിന്നെ പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ എന്താണ്? പഠിക്കാണ്. ഏത് ക്ലാസ്സിലാണ്? 10th. അപ്പൊ പരീക്ഷയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞ പരീക്ഷയ്ക്ക് എളുപ്പമുണ്ടായോ? കുഴപ്പമില്ല. അപ്പോ മുന്നേ വിളിച്ചിട്ടുണ്ടോ പരിപാടിയിലേക്ക്? ഇല്ല. അപ്പൊ പരിപാടി കാണുന്ന ആളാണല്ലോ, അറിയാലോ കാര്യങ്ങളൊക്കെ. അപ്പോ ഇന്നിപ്പോ നമുക്ക് നേരത്തെ വിളിച്ച ആള് സമ്മാനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതേപോലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനാണ് വിളിച്ചത്. അപ്പൊ ആള് സമ്മാനം വാങ്ങിയിട്ടുണ്ട്. പിന്നെ മിസ്നയും അതേപോലെ തന്നെ. മിസ്ന എന്നല്ലേ പേര് പറഞ്ഞേ? ഓക്കെ, അപ്പൊ മിസ്നയും എന്ത് ചെയ്യാ, സമ്മാനം വാങ്ങട്ടെ. ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ഓ ഈസിയുള്ള ചോദ്യമേ ചോദിക്കുള്ളൂ. ഞാൻ ആദ്യത്തെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ മിസ്നെ ചോദിക്കും ഇത്രയ്ക്ക് സിമ്പിൾ ആണോ ചോദ്യങ്ങൾ എന്ന്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. യാക്കൂബ് നബിയുടെ ഇളയ പുത്രന്റെ പേരെന്താണ്? ഓപ്ഷൻസ് ഉണ്ട്. യൂസുഫ് നബി, ബെന്യാമീൻ, ഖാബീൽ. എന്താ ഉത്തരം പറഞ്ഞത്? ബെന്യാമീൻ. ശരിയാണോ? ഉറപ്പിക്കട്ടെ. ഇനി യാക്കൂബ് നബിയുടെ മോൻ യൂസുഫ് നബി അല്ലേ? അല്ലേ? ബെന്യാമീനാണ്. ഞാൻ എന്താ ചോദിച്ചത് ചോദ്യം?
യാക്കൂബിന്റെ ചെറിയ പുത്രൻ. ചെറിയ പുത്രന്റെ പേര്. ഓക്കെ, അപ്പൊ എന്നാ ഞാൻ ബെന്യാമീൻ ഫിക്സ് ചെയ്യട്ടെ കേട്ടോ. ആ ഓക്കെ, അപ്പൊ ഉത്തരം ശരിയാണ്. ഞാൻ ചോദിച്ച ചോദ്യം എന്താന്ന് വീണ്ടും ചോദിച്ചാൽ അതിനാണ്. ചെറിയ മകന്റെ പേരാണ് ബെന്യാമീൻ. യൂസുഫ് നബിയും മറ്റൊരു മകനാണ്. ഓക്കെ, അപ്പൊ ഉത്തരം ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മിസ്ന ശരിയാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇനിയുള്ളത് 2 ചോദ്യങ്ങളും കൂടെയാണ്. ആ ചോദ്യത്തിനും കൂടെ മിസ്ന ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, നമുക്ക് സമ്മാനം കിട്ടുന്നതായിരിക്കും. ഓക്കെ, ചോദ്യം ഇതാണ്. ഗായിബായി അഥവാ മയ്യത്ത് മുന്നിലില്ലാതെ ഒരാൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നിസ്കാരം നടത്തിയിട്ടുണ്ട്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതായത് നമ്മൾ മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ മയ്യത്ത് മുന്നിൽ വെച്ചിട്ടാണ് നിയത്തോടു കൂടിയിട്ട് മയ്യത്ത് നിസ്കാരം നടത്താം. പക്ഷേ പ്രവാചകൻ ഒരാളുടെ മയ്യത്ത് നിസ്കാരത്തിന് ആ മയ്യത്ത് മുന്നിലില്ലാതെ, അതിനെ നമ്മൾ ഗായിബായി നിസ്കരിക്കുക എന്നാണ് പറയാം. ഗായിബായിട്ട് ഒരാളുടെ മയ്യത്ത് നിസ്കാരം നടത്തിയിട്ടുണ്ട്. അത് ആരുടെയാണ്? അതിനൊരു ക്ലൂ ഉണ്ട്. അതൊരു രാജാവാണ്. റസൂലിനെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു രാജാവാണ്. അദ്ദേഹത്തിന്റെ മയ്യത്ത് ലഭ്യമാവാത്തതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ആ മയ്യത്ത് അവിടെ ഉണ്ട് എന്നുള്ള സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ നെയ്യത്തോടു കൂടിയിട്ട് പിന്നെ മയ്യത്ത് നിസ്കാരം നടത്തിയിട്ടുള്ളത്. ഒരു രാജാവിന്റെ മയ്യത്താണ്. ആ ആളുടെ എന്താ പറഞ്ഞേ? ആരോട്? അമ്മേനോടാണോ? പെട്ടെന്ന് ചോദിക്കട്ടോ. ഒരു രാജാവിന്റെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നവർക്കും പിന്നെ പ്രവാചകനും ഒരുപാട് സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരു രാജാവാണ്. ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ മിസ്ന പറയും ആദ്യം എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു രാജാവിനെ. പെട്ടെന്ന് ആലോചിച്ച് നോക്കൂ. കിട്ടിയോ? ഇന്ന ഓപ്ഷൻ ഇല്ല. ഞാന് ഓപ്ഷൻ ഇതിന് തരാൻ പറ്റില്ല. അതിന് നമുക്ക് ക്ലൂ മാത്രല്ലേ ഉള്ളൂ. അപ്പൊ നമ്മളെ സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ? ഉത്തരം നജാഷി രാജാവാണ്. സാറല്ലേ, അപ്പൊ എന്ത് ചെയ്യാ, അടുത്ത തവണ വിളിക്കുമ്പോ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരം കണ്ടു അറിയാം. പക്ഷെ ചില സമയത്ത് നമുക്ക് ഓർമ്മ വരാത്തതാണ്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. എന്തായാലും നന്നായിട്ട് തന്നെ പങ്കെടുത്തു. അപ്പൊ അടുത്ത തവണ വീണ്ടും വിളിക്കാം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ്? അബ്ദുർ റഖീബ്. പഠിക്കാണോ? ഏത് ക്ലാസ്സിലാണ്? 8ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ മോൻ പഠിക്കുന്നത്? ചെർക്കളം. പിന്നെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? വിളിച്ചിട്ടുണ്ടോ? ഇന്നാണ് വിളിച്ചത്. ഇപ്പൊ ഇന്നാണ് കിട്ടിയത് അല്ലേ? ഓക്കെ, സമ്മാനം വാങ്ങുമല്ലോ അല്ലെ? നേരത്തെ മോന്റെ പോലെ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരാള് സമ്മാനമൊക്കെ വാങ്ങി ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട്. ഇൻഷാല്ലാ. അപ്പോ പരീക്ഷയൊക്കെ കഴിഞ്ഞോ? സുഖാണോ? ബാക്കിയുണ്ട്. ഈ ചെർക്കളം പറയണത് കാസർഗോഡാണോ? നല്ല രസാണ് നിങ്ങളെ വർത്താനം കേക്കാന്. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഉമ്മ,
അനിയത്തി അനിയൻ അനിയത്തി ഏത് ക്ലാസ്സിലാണ്? അനിയത്തി ബേബി 5-ലോ? കുഞ്ഞാണ്. ചെറിയ മോളാണ്. ആഹാ. അനിയത്തിന്റെ പേരെന്താ? നസീഫ ഹമീമ. നല്ല പേരാണല്ലോ. പിന്നെ അനിയനോ? ഹബീബ്. ഓ, നല്ല നല്ല ഭംഗിയുള്ള പേരുകളാണ്. പിന്നെ ടെൻഷൻ ഉണ്ടോ മോന്? പേടിക്കൊന്നും വേണ്ട കേട്ടോ, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പൊ എന്നാലേ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ബദർ യുദ്ധത്തിൽ ഖുറൈശികളിലെ പ്രധാനിയായിട്ടുള്ള ഉമയ്യത്തിനെ കൊലപ്പെടുത്തിയത് ആരാണ്? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഓപ്ഷൻസ് പറഞ്ഞുതരാം. ബിലാൽ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ്. ഇവരിൽ ആരാണ് ബദർ യുദ്ധത്തില് നമ്മുടെ എതിർപക്ഷത്തിലെ പ്രമുഖനായിരുന്ന ഉമയ്യത്തിനെ കൊലപ്പെടുത്തിയിട്ട് ഉള്ള വ്യക്തി? ബിലാൽ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ്. ഇതിൽ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. ഉറപ്പാണോ? ഉമ്മ ആരാ ഹെൽപ്പ് ചെയ്യാൻ അടുത്തുള്ളത്? ഉമ്മ ഉണ്ട്. ഉമ്മയാണോ ഉത്തരം പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹു ഉത്തരം ഫിക്സ് ചെയ്യട്ടെ? ഇനി സംശയമൊന്നുമില്ലല്ലോ ചോദ്യത്തില്? അപ്പോ ഉത്തരം മോനെ തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. ഉമർ റളിയല്ലാഹു അൻഹു അല്ല, ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. സാരമില്ല, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ പൊതുവെ അങ്ങനെ ആലോചിക്കൂല. കാരണം അദ്ദേഹത്തിനെ കുറിച്ച് വേറെ കഥകളൊക്കെയാണല്ലോ നമുക്കറിയാം. ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും ധീരനായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ അല്ലേ. അപ്പോൾ ഇസ്ലാമിൽ ആദ്യമായിട്ട് ബാങ്ക് വിളിച്ച അടിമ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചരിത്രം കൂടി ഉണ്ട്. ശക്തനായ ഉമയ്യത്തിനെ കൊലപ്പെടുത്തിയതും അദ്ദേഹം തന്നെയാണ്. അപ്പൊ പുതിയൊരു അറിവ് കിട്ടിയില്ലേ? സമ്മാനം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ എന്ത് ചെയ്യാ? സമ്മാനമൊക്കെ വാങ്ങാ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ്? വലൈക്കും അസ്സലാം. ആരാണ്? മുഹമ്മദ് റിഫാൻ. മുഹമ്മദ് റിഫാൻ. റിഫാനെ മോനെ എവിടുന്നാ വിളിക്കുന്നത്? കാവുമ്പറം. മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് വിളിക്കാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സില്. 4ാം ക്ലാസ്സില്. ഇന്ന് മുഴുവനും കുട്ടികളാണല്ലോ. ഇന്നൊരു 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 10ാം ക്ലാസ്, ഒരു 4ാം ക്ലാസ്. വിളിച്ച ആൾക്കാരിൽ ചെറുത് മോനാണ്. എന്താ, റിഹാനോ? റിഹാൻ. പിന്നെ എന്തൊക്കെയാണ് സ്കൂളിലെ വിശേഷം? ഏത് സ്കൂളിലാണ്? റിഫാന്. റിഫാൻ ഏത് സ്കൂളിലാ പഠിക്കണേ? എന്താണ്? തൊഴുവാഞ്ഞൂർ കാവുമ്പുറം. ഓക്കെ. പിന്നെ എങ്ങനെ പോണു? നോമ്പൊക്കെ ഉണ്ടോ? ഇല്ല, നോമ്പെടുത്തിട്ടില്ല. കുഴപ്പമില്ല, ഇനി ഉണ്ടല്ലോ. ഇതുവരെ എത്ര എടുത്തു? 2 ഒഴിവാക്കിയിട്ടുള്ളൂ. മിടുക്കാ. ഓക്കെ. ഇന്ന് എന്തേ വയ്യേ? പനിയാണോ? തലവേദന ഒക്കെ വന്നാ നോമ്പെടുക്കല് ടാസ്കാണ്. പരീക്ഷയൊക്കെ കഴിഞ്ഞാ? ഇല്ല. എങ്ങനെയുണ്ട്? കഴിഞ്ഞതൊക്കെ എളുപ്പമുണ്ടോ? കുറച്ചൊക്കെ എളുപ്പം. പിന്നെ ആരാ വീട്ടിലാരാ ഉള്ളത്? ഉമ്മ, അനിയനോ അനിയത്തിയോ ആരാ ഉള്ളത്? പിന്നെ അനിയനുണ്ട്, 2 താത്തയുണ്ട്. കൊറേ ആളുണ്ടല്ലോ. അപ്പൊ സഹായിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലേ? എന്നാ പിന്നെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കണ്ടു പോയാലോ? വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ചോദ്യം ഇതാണ്. മോൻ അറിയണ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോ കഅബ തകർക്കാൻ വന്ന കഥയൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. സൂറത്തുൽ ഫീലിലുള്ള കഥ അറിയാലോ? അപ്പൊ ചോദ്യം ഇതാണ്. കഅബ തകർക്കാൻ വേണ്ടി ആനപ്പടയായിട്ട് വന്നത് ആരാണ്? അപ്പോ ഓപ്ഷൻസ് ഉണ്ട്. 1 അബൂജഹൽ, ഫിർഔൻ, അബ്രഹത്ത്. ഇതിൽ ആരാണ്? അബ്രഹത്ത്. ഉറപ്പാണോ? ഉറപ്പിക്കട്ടെ?
കഥയൊക്കെ അറിയാലോ അല്ലേ? അപ്പൊ ഇനി ഞാൻ പ്രത്യേകിച്ച് ചോദിക്കണ്ട. അപ്പൊ അബ്രഹത്ത് എന്നുള്ള ഉത്തരം ശരിയാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇത് എളുപ്പമുള്ള ചോദ്യമല്ലേ? അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിന് എന്താണ്? ഇത് സിമ്പിൾ അല്ലേ? ഇതേപോലത്തെ ഒരു സിമ്പിൾ സാധനമാണ് ഇനി അടുത്തതും ചോദിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ പക്ഷെ ഓപ്ഷൻ ഉണ്ടാവില്ല, പക്ഷെ മോനെ അറിയണതാണ് കേട്ടോ. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. നമ്മുടെ ഇപ്പോഴത്തെ കിബില ഏതാണ്? നമ്മളെ ഇപ്പത്തെ കിബില എവിടെയാണ്? കഅബ കിബില നമ്മൾ പറയണത് എവിടെയാണ് സ്ഥലം? മക്കത്ത്. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, ആദ്യത്തെ കിബില ഏതാണ്? നമ്മള് കിബിലയായിട്ട് മുസ്ലിങ്ങള് കഅബ ആവണതിന് മുന്നേ നമ്മള് കിബിലയായിട്ട് പറഞ്ഞിരുന്നത് ഏതാണ്? ഉമ്മനോടോ മൂത്തന്മാരോടോ ആരോടെങ്കിലും ചോദിക്കാം സംശയം ഉണ്ടെങ്കിൽ. മസ്ജിദുൽ അഖ്സ ആണോ? ഉറപ്പാണ്? അതാരാ പറഞ്ഞത്? അപ്പോ മസ്ജിദുൽ അഖ്സ എന്നുള്ള ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. മസ്ജിദുൽ അഖ്സക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്. അതെന്താണ്? ബൈത്തുൽ ഓക്കെ. അപ്പൊ അതറിയൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാന് ചോദിച്ചത്. അപ്പൊ ആദ്യത്തെ നമ്മുടെ കിബിലയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബൈത്തുൽ മുഖദ്ദിസ് ആണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് മോൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2 ഉത്തരങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിനും കൂടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? സമ്മാനായി. അപ്പോ മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനും ഉണ്ടാവില്ല, ക്ലൂ ഉണ്ടാവില്ല കേട്ടോ. കുഴപ്പമില്ലല്ലോ? എങ്ങനെ? സിമ്പിൾ. എടാ ഇത് 2 ഞാൻ സിമ്പിൾ അല്ലേ തന്നത് അല്ലേ? ഇനി ഇതിലും സിമ്പിള്. ഈ കുഞ്ഞു മോനാണ്, 4ാം ക്ലാസ്സിൽ പഠിക്കണ മോനായതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ ചോദ്യം ചോദിക്കുന്നത്. ഇനി ഒരു ചോദ്യം കൂടെ ഉള്ളൂ കേട്ടോ. സിമ്പിളാമത്തെ എന്നാ പറഞ്ഞത്. സിമ്പിൾ ചോദ്യം ഇതാണ്. നമ്മളിപ്പോ റംലാന്റെ 2ാമത്തെ 10ലാണ്. ഈ 2ാമത്തെ 10 വിശ്വാസികൾക്കുള്ള നേട്ടമായിട്ട് പറയപ്പെടുന്നത് എന്താണ്? 2ാമത്തെ 10 നമ്മള് എന്താണ് കൂടുതലായിട്ട് അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? എന്ത്? ബാബുവോ? എന്താ പറഞ്ഞത്? ആരാണിത് ഉത്തരം പറഞ്ഞിരുന്ന ആളാരാണ്? ശരിക്കും പറഞ്ഞുതരാൻ പറയൂ. ഉമ്മയാണോ അത്? ഉമ്മയാണോ? എന്താണ് പാപമോചനം പറഞ്ഞ എന്താണ്? അതിന് സിമ്പിൾ ആയിട്ട് നമ്മൾ എന്താ പറയാ? പുറത്ത് തരണേന്ന്. അപ്പൊ അതിന് ആദ്യം എന്താ പറഞ്ഞത്? പാപ്പൂച്ചിന്നോ? ചില വാക്കുകൾ കിട്ടൂല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ആണല്ലേ? പിന്നെ ഒന്നാമത് ആള് കുറച്ച് ടെൻഷനിലാണല്ലോ. കുഴപ്പമില്ല, പക്ഷെ എന്നാലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയില് വിളിക്കുന്നത് അല്ലേ? സംസാരിക്കണം പറഞ്ഞപ്പോ ഓന്റെ അടുത്ത് കൊടുത്തതാണ്. അല്ല നന്നായി. കാരണം ഇന്ന് വിളിച്ചതൊക്കെയും കുട്ടികളാണ്. കുട്ടികളിൽ തന്നെ സമ്മാനം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ആൾക്ക് പേടി ഉണ്ടെങ്കിലും കൃത്യമായിട്ട് ആദ്യത്തെ 2 പറഞ്ഞു. എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും എളുപ്പമുള്ളത് ചോദിക്കണം. അപ്പൊ അതുകൊണ്ട് മോന് 3 ഞാൻ വളരെ എളുപ്പമുള്ളതാ ചോദിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോ 4ാം ക്ലാസ്സുകാരനായ നമ്മുടെ മോന് വേണ്ടിയിട്ട് 3ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും ആള് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചോദ്യത്തിന് ഉത്തരം ശരിയാണ്, പാപമോചനം. അപ്പൊ അതിന്ന് നമ്മൾ ചെയ്ത തെറ്റുകൾ പുറത്ത് തരണം എന്നുള്ളതാണ് 2ാമത്തെ 10 ലക്ഷ്യം. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൾക്കൊന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ. അപ്പോ 3 ഉത്തരം ശരിയാക്കിയിട്ട് സമ്മാനം അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്തായാലും എനിക്കുള്ള സമ്മാനം എത്തുന്നതായിരിക്കും. പേര് എന്തേന്നു? മുഹമ്മദ് റിഫാഹ്. സ്ഥലം എവിടെയായിരുന്നു? റിഫാന്, ചെർക്കളം അല്ലെ? കാവുംപുറം. ഓക്കെ, താണിക്കംകുന്ന്. ഓക്കെ. അപ്പൊ എന്തായാലും ഒന്ന് ഇവിടെ നമ്മൾ കോണ്ടാക്ട് ചെയ്യും. മുഹമ്മദ് റിഫാന്, കാവുംപുറം. അതെ.
ഓക്കെ, അപ്പൊ എന്തായാലും വീണ്ടും വിളിക്കുക, വീണ്ടും സമ്മാനങ്ങൾ നേടുക ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ സിൻസിയർ ഹോം ഇസ്ലാമിക് ഹിസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. ആരാണ്? അമൽ മുഹമ്മദ്. അമൽ മുഹമ്മദ്. എവിടുന്നാണ്? പട്ടാമ്പിയാണ്. പട്ടാമ്പി. മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഞാൻ വിളിച്ചിട്ടില്ല, അനിയത്തി വിളിച്ചിട്ടുണ്ട്. അനിയത്തി വിളിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയതാണോ? ഇല്ല, സമ്മാനം കിട്ടിയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഇപ്രാവശ്യം എന്ത് ചെയ്യാം, സമ്മാനം കിട്ടുമെന്ന് നോക്കാം അല്ലേ? പഠിക്കുകയാണോ? എന്താണ്? ഞാൻ പഠിക്കാണ്. ഏത് ക്ലാസ്സിലാണ്? 7ാം ക്ലാസ്സിൽ. ആഹാ. അപ്പൊ മുന്നേ വിളിച്ചതും ചെറിയ ക്ലാസ് പഠിക്കുന്ന ഒരാളാണ്. ആള് സമ്മാനമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്നാലേ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് അങ്ങോട്ട് പോയാലോ? പോവാം. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് നമുക്ക് എന്തുണ്ടായിരിക്കില്ല, ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, രണ്ടാമത്തതിന് ക്ലൂ, മൂന്നാമത്തതിന് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ ആദ്യത്തേത് നമുക്ക് എന്നാല് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്. ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഷഹീദായ ഒരു സ്വഹാബിയുടെ മയ്യത്ത് കഫൻ ചെയ്യപ്പെട്ടത് പുല്ലുകൾ കൊണ്ടായിരുന്നു. അദ്ദേഹത്തിന് മതിയായ വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സ്വഹാബി ആരാണ് എന്നതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായോ? മനസ്സിലായി. ഇനി ഇത് വേണ്ടേ, ഓപ്ഷൻസ് വേണ്ടേ? അബൂബക്കർ സിദ്ദീഖ്, മിസ്അബ് ഇബ്നു ഉമൈർ, ഹംസ റളിയല്ലാഹു അൻഹു. ഉമൈർ ഉറപ്പാണോ? ആണ്. അപ്പൊ എന്നാ ഞാനത് ഫിക്സ് ചെയ്യട്ടെ? ചെയ്യാം. ഈ കഥ മുന്നേ അറിയോ? പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. അതാണ് ഇത്ര എളുപ്പത്തിൽ വേഗം ഫിക്സ് ചെയ്തോളൂ എന്ന് പറഞ്ഞതല്ലേ? ഓക്കെ. അപ്പോ നമ്മുടെ യുദ്ധചരിത്രങ്ങളുടെ കൂട്ടത്തില് വളരെ സങ്കടകരമായിട്ടുള്ളൊരു ഏടാണ്. മരണസമയത്ത് പോലും കൃത്യമായിട്ട് ഒരു കഫംപുടവ പോലും ലഭിക്കാതെ പുല്ലുകൾ വെച്ചിട്ട് മറമാടപ്പെട്ട സ്വഹാബിയുടെ പേര് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. കൃത്യമായിട്ടുള്ള ഉത്തരാണ്. ഓക്കെ. അപ്പോ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇതിന് പിന്നെ നമുക്ക് എന്തുണ്ടായിരിക്കില്ല, ഓപ്ഷൻ ഉണ്ടാവില്ല. ഇതിന് നമുക്ക് പിന്നെ ചെറിയൊരു ക്ലൂ മാത്രമേ ഞാൻ തരും കേട്ടോ. ചോദ്യം ഇതാണ്. താഴ്വരകളുടെ ഇടയിൽ പാറകൾ കൊണ്ട് വീടുണ്ടാക്കിയവർ എന്ന് ഖുർആൻ ഒരു ജനതയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ ജനത അല്ലെങ്കിൽ ആ ഗോത്രം? ക്ലൂ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഗോത്രത്തിനെ അള്ളാഹു നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഒരു അഹങ്കാരം നിറഞ്ഞ പ്രവർത്തനം കാരണം ഈ ഗോത്രത്തിനെ അള്ളാഹു നശിപ്പിച്ച് കളയാണ് ചെയ്തിട്ടുള്ളത്. ഒരു മൃഗവുമായൊക്കെ ബന്ധപ്പെട്ടതാണ് ഈ ഗോത്രം. സമൂദ് ഗോത്രാണോ? ഏതാണ് അപ്പൊ മൃഗം? ഏതാണ്? സമൂദ്. ഉറപ്പാണോ? ഞാൻ എന്നാ ഫിക്സ് ചെയ്യട്ടെ. സമൂദ് ഉറപ്പാണോ? ഒട്ടകാണ്. മറ്റേ കല്ലൊക്കെ പൊട്ടിച്ചിട്ട് വന്നത്. കല്ലൊക്കെ പാറ പ്രസവിച്ചിട്ടല്ലേ? അപ്പൊ ഉറപ്പായിരിക്കും. എന്നാ ഞാൻ ഫിക്സ് ചെയ്യാല്ലേ? ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണ്. ഉത്തരം സമൂദ് ഗോത്രാണ്. ആ ഒട്ടകത്തിനെ ഉപദ്രവിക്കരുത് പറയും, പക്ഷെ അവരെന്ത് ചെയ്യും? ഒട്ടകത്തിനെ ഉപദ്രവിക്കും, അതിനെ കൊന്നു കളയും. അങ്ങനെയാണ് പിന്നീട് അവർക്കുള്ള ശിക്ഷ ഇറക്കപ്പെടുന്നത്. അപ്പോ 2 എണ്ണം ശരിയാക്കി. ഇനി മൂന്നാമത്തതാണ് ഉള്ളത്. ഇതിന് ഓപ്ഷൻസും ഉണ്ടാവില്ല, ക്ലൂ ഉണ്ടാവില്ല കേട്ടോ. 2 എണ്ണം ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ?
ഇപ്പൊ മൂന്നാമത്തതിൽ എന്നോട് ഹെൽപ്പ് ചോദിക്കരുത്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഖന്തക്ക് യുദ്ധത്തില് ചാരനായിട്ടുള്ള ജൂതനെ വകവരുത്തിയ സ്വഹാബി സ്ത്രീ ആരാണ്? ഒന്നുകൂടി പറയോ? ഖന്തക്ക് യുദ്ധം, ബദർ, ഉഹുദ്, ഖന്തക്ക് കേട്ടിട്ടില്ലേ? മൂന്നാമത്തെ ഖന്തക്ക് യുദ്ധത്തിന്റെ സമയത്ത് കിടങ്ങക്കുള്ള ആ ഒരു യുദ്ധം. അപ്പൊ ആ സമയത്ത് ഈ കിടങ്ങിന്റെ ചുറ്റും ഒരു സ്പൈ എന്നുള്ള രീതിക്ക് കറങ്ങി നടന്ന ഒരു എതിർപക്ഷത്തുള്ള ജൂതനായിട്ടുള്ള യോദ്ധാവിനെ കൊന്നുകളഞ്ഞ വനിത ആരാണ്? സ്വഹാബി വനിത ആരാണ്? ഞാൻ പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവും, ഇത് എനിക്ക് അറിയായിരുന്നു പറയും. പക്ഷെ മോനെ അറിയും, മോന് പരിചയമുള്ള സ്വഹാബി വനിതകളുടെ കൂട്ടത്തിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരാൾ തന്നെയാണ്. ഇതിന് എനിക്ക് ഓപ്ഷൻ ഒന്നും പറയാൻ പറ്റൂല, അതുകൊണ്ടാണ് ഞാൻ ഹെൽപ്പ് ചെയ്യാത്തത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, മനോടോ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓ, മനോടൊക്കെ വേണമെങ്കിൽ ഒന്ന് വേഗം ചോദിച്ചു നോക്ക്. സമയം വളരെ കുറവാണ്, പെട്ടെന്ന് ചോദിക്കും. സമയം സമയം പറയേ. ഫരീദ എന്താണ് പറഞ്ഞ? ഫരീറ. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഇത് ഫിക്സ് ചെയ്യണം, നമുക്ക് സമയം കുറവാണ് കേട്ടോ. ഹലോ പോയോ? ഹലോ, തെറ്റിപ്പോയി കഴിഞ്ഞാൽ വിഷമമുണ്ടോ? ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോ ഉത്തരം ചെറുതായിട്ടൊന്ന് പാളി, ഉത്തരം തെറ്റിപ്പോയി. ഉത്തരം സഫിയ റളിയല്ലാഹു അൻഹു. സഫിയ റളിയല്ലാഹു അൻഹ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സഫിയ റളിയല്ലാഹു അൻഹ റസൂലിന്റെ അമ്മായിയാണ്. അമ്മായി, വൈഫല്ല, അബ്ദുൽ മുത്തലിബിന്റെ മകളാണ്. അപ്പൊ അദ്ദേഹമാണ് ഈ കിടങ്ങിന് ചുറ്റും ചാരപ്പണിക്ക് കറങ്ങി നടന്ന ജൂതനെ വകവരുത്തിയിട്ടുള്ളത് സഫിയ റളിയല്ലാഹു അൻഹയാണ്. അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു അറിവായില്ലേ? ഓക്കെ, അപ്പൊ ആദ്യത്തെ 2 ചോദ്യം മോനെ നന്നായിട്ട് തന്നെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പ്രാവശ്യം എന്ത് ചെയ്യാ, ഇനിയും വിളിക്കാം കേട്ടോ. ഇത് ലാസ്റ്റ് ചാൻസ് ഒന്നുമല്ല, ഇനിയും വിളിക്കണം. അപ്പൊ ഇനി വിളിക്കുമ്പോ എന്ത് ചെയ്യാ, കൃത്യമായിട്ട് ഉത്തരമൊക്കെ പറഞ്ഞിട്ട് സമ്മാനം വാങ്ങാം. ഓക്കെ ഓക്കെ, എന്നാ ഇൻഷാ അല്ലാ വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ ഇസ്ലാമിക് ഇസിലേക്ക് സ്വാഗതം. ആരാണ്? സുൽഫത്ത്. കൊറേ സമയായോ വിളിക്കണോ? അതിന്റെ ഒരു ക്ഷീണം, അതിന്റെ ആ ഒരു ആങ്സൈറ്റി ഒക്കെ എന്താ ചെയ്യാ, കൊറേ ആളുകൾ ഇതേപോലെ വിളിക്കല്ലേ. ഇന്ന് കൊറേ കുട്ടികളാണ് വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. കൊറേ കുഞ്ഞു മക്കള് 4ലും 5ലൊക്കെ പഠിക്കണ കുട്ടികളായിരുന്നു വിളിച്ചത്. അപ്പോ അതാണ് നമ്മൾ കൊറേ നേരം ഇങ്ങനെ സംസാരിച്ചപ്പോഴേ സമയം അങ്ങനെ എൻഗേജ്ഡ് ആയി പോയതാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ കിട്ടിയല്ലോ, സന്തോഷായില്ലേ? സന്തോഷം. അപ്പൊ പരിപാടി സ്ഥിരമായിട്ട് കാണുന്ന ആളാണല്ലോ, ഇനി ഞാൻ ഒന്നും പറയണ്ടല്ലോ. വേണ്ട, അപ്പൊ നമുക്ക് നേരെ പോയാലോ ചോദ്യത്തിലേക്ക്. ആദ്യത്തെ ചോദ്യം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഖുർആൻ ഇറക്കപ്പെട്ട ഗുഹയുടെ പേര് നിങ്ങൾക്കറിയാം, ഹിറാ ഗുഹയിലാണ്. ചോദ്യം ഇതാണ്: ഹിറാ ഗുഹ ഏത് മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസിന്റെ ആവശ്യമില്ല, വേണ്ട, ഇത് എനിക്കറിയാം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഞാൻ എളുപ്പമുള്ളതല്ലേ തന്നത്? ഞാന് അങ്ങനെയാണ്, ഞാൻ എളുപ്പമുള്ളത് വേണം പറഞ്ഞാൽ എളുപ്പമുള്ളത് തരുള്ളൂ. അപ്പൊ ഉത്തരം ശരിയാണ്, ജബലുൻ നൂർ. നമ്മൾ ഹിറാ ഗുഹ അല്ലെങ്കിൽ സൗർ ഗുഹ എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് ജബലുൻ നൂർ പർവ്വതത്തിലാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന് പിന്നെ ക്ലൂ ഉണ്ടാവുള്ളൂ.
ഓപ്ഷൻസ് ഉണ്ടാവില്ല. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. എളുപ്പമുള്ളത് തന്നെയാണ്. ചോദ്യം ഇതാണ്. ഒരു സ്ത്രീക്ക് അള്ളാഹു ബോധനം നൽകിയതായി ഖുർആനിൽ പറയപ്പെടുന്നുണ്ട്. ആരാണ് ആ മഹതിയായിട്ടുള്ള സ്ത്രീ? ഒരു സ്ത്രീക്ക് നേരിട്ട് അള്ളാഹു ബോധനം കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രവാചകന്റെ മാതാവാണ്. ഒരു പ്രവാചകന്റെ മാതാവാണ്. മറിയം ബീവിയാണ്. മറിയം ബീവി. ഉറപ്പാണോ? മറിയം ബീവിയുടെ മകന്റെ പേരെന്താ? ഇപ്പൊ പ്രവാചകന്റെ പേരെന്താ? ഈസാ നബി. ശരിയാണോ ഉത്തരം? ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പോ ഉത്തരം തെറ്റിപ്പോയി കഴിഞ്ഞാൽ വിഷമാവോ? ഇത്രയും പ്രതീക്ഷിച്ചതല്ലേ ശരിയാവാൻ. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഒന്നും കൂടെ ആലോചിച്ച് നോക്കൂ. ഈസാ നബിയുടെ മാതാവ് മറിയം ശരിയായിരിക്കോ? ടെൻഷൻ ആയിട്ടാണോ? എന്താണ് ക്വസ്റ്റ്യൻ? ഇതാണ്. ഒരു സ്ത്രീക്ക് അള്ളാഹു ബോധനം നൽകിയതായിട്ട് ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. ഏതാണ് ആ സ്ത്രീ? ഞാൻ പറഞ്ഞ ക്ലൂ ഇതാണ്. ഒരു പ്രവാചകന്റെ മാതാവാണ്. അപ്പൊ പ്രവാചകൻ എന്നുള്ള രീതിക്ക് പിന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈസാ നബി, ഈസാ നബിയുടെ ഉമ്മ മറിയം ബീവി എന്നുള്ള രീതിക്കാണ്. ഓക്കെ, എന്നാ ഞാൻ ഫിക്സ് ചെയ്യട്ടെ. നമുക്ക് സമയം കുറവാണ്. ഇപ്പൊ ഇത്ത വിളിച്ച പോലെ തന്നെ കുറെ ആൾക്കാർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. ഒരു മിനിറ്റ് ഇല്ല, കുറച്ച് നേരം. വേഗം ഒന്ന് വേഗം നോക്കണേ. ആരോടാ സഹായം ചോദിക്കണേ? ഓക്കെ, ഓക്കെ, ഒന്ന് പെട്ടെന്ന് ചോദിക്കോ. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് ക്ലൂ തരാൻ പറ്റൂല. ഒരു സ്ത്രീക്ക് അള്ളാഹു ബോധനം നൽകിയതായി ഖുർആനിൽ പരാമർശിക്കുന്നു. ആരാണ് ആ സ്ത്രീ? അതിന് ക്ലൂ ആയിട്ട് ഞാൻ പറഞ്ഞത് ഒരു പ്രവാചകന്റെ മാതാവാണ്. വളർത്തു മാതാവായിട്ടാണ് ആസിയ ബീവി. ഉറപ്പിക്കട്ടെ? ഓക്കെ, അപ്പൊ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, അതെന്തുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത് ആലോചിക്കാൻ? സംശയമായിട്ടാണോ? മാതാവാണോ ഈ മാതാവ്? അങ്ങനെ. ഓക്കെ, അതുകൊണ്ടാണല്ലേ. ഓക്കെ, അപ്പൊ ഇനി മൂന്നാമത്തെ ചോദ്യം കൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? സമ്മാനം ഉണ്ട്. രണ്ടെണ്ണം ഞാൻ സിമ്പിൾ അല്ലേ? എത്ര സമയം ഞാൻ തന്നു. സാധാരണ ഞാൻ ഇങ്ങനെ സമയമൊന്നും കൊടുക്കാറില്ല. അപ്പൊ ചോദ്യം ഇതാണ്. ഇതിന് എന്നോട് ഒരു വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കരുത് പ്ലീസ്. ഓക്കെ, അപ്പൊ ചോദ്യം, ഹിജ്റ സമയത്ത് സൗർ ഗുഹയിൽ തങ്ങിയ നബിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഭക്ഷണം നൽകി കൊടുത്തത് ആരാണ്? സ്ത്രീകളെ കുറിച്ചാണ് ഫുൾ ചോദ്യം. നമ്മള് ചോദ്യം മനസ്സിലായല്ലോ. സൗർ ഗുഹയില് ഹിജ്റ വേളയില് ഒളിച്ചു താമസിച്ചിരുന്ന പ്രവാചകനും അനുചരന്മാർക്കും ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നത് ആരാണ്? അസ്മ ബിൻത് അബൂബക്കർ. ശരിയാണോ? അല്ലെങ്കിൽ ഖദീജ ബീവി. ഉറപ്പിക്ക് രണ്ടുത്തരം ഉണ്ടാവുമല്ലോ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരേ ഉണ്ടാവുള്ളൂ. ഏത്? അസ്മ ബിൻത് അബൂബക്കർ. ശരിയാണോ? ചോദ്യം, ഹിജ്റ സമയത്ത് സൗർ ഗുഹയിൽ താമസിച്ച നബിക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഭക്ഷണം എത്തിച്ചു കൊടുത്തത് ആര്? ഉറപ്പാണ്? ഓക്കെ, എന്നാ പിന്നെ ഞാനായിട്ട് നിങ്ങൾ ഉറപ്പൊന്നും തെറ്റിക്കണില്ല. ഉത്തരം ശരിയാണ്. സമ്മാനം ഉണ്ട്. സന്തോഷം. സന്തോഷം ആണോ അവിടുന്ന് കേൾക്കണ?
അൽഹംദുലില്ലാ സന്തോഷായി. സന്തോഷം. ഇത്രയും സമയമായിട്ട് വെയിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് ഞാൻ സമ്മാനം വാങ്ങിയിരിക്കുന്നു അല്ലെ. അപ്പോ ഇനി എന്ത് ചെയ്യാ, സമ്മാനം കിട്ടിക്കഴിഞ്ഞാല് സഹായിച്ച് നോർമൽ ചോദ്യം ചോദിച്ച് എനിക്ക് ഒരു സമ്മാനം അല്ലെ. പിന്നെന്താ, അത് നമുക്ക് കേരള വിഷനോട് തന്നെ ചോദിച്ചേ. അത് കേരള വിഷനല്ല തരേണ്ടത്, അത് നിങ്ങളാണ് എനിക്ക് തരേണ്ടത് അല്ലെ. അങ്ങനെയല്ലേ, ഞാനല്ലേ സഹായിച്ചത്. ആയിക്കോട്ടെ. അപ്പൊ എന്നാ പിന്നെ എന്തായാലും വിളിച്ചതിന് സന്തോഷം. സമ്മാനമൊക്കെ വാങ്ങി ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇനിയും വിളിക്കുക. ഓക്കെ ഓക്കെ. അപ്പൊ പരിപാടി എന്തായാലും സ്ഥിരമായിട്ട് കാണുക. വീണ്ടും ഇതേപോലെ വിളിച്ചിട്ട് എല്ലാ എപ്പിസോഡും കാണാറുണ്ടല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇൻഷാ അല്ലാ അടുത്ത പ്രാവശ്യം വിളിച്ചിട്ട് വീണ്ടും സമ്മാനം വാങ്ങാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് കൂടുതൽ പേരും കുട്ടികളായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സന്തോഷം തോന്നി. അതിൽ തന്നെ വിളിച്ചവരിൽ 2 പേരാണ് ഇന്ന് വിജയികളായിട്ടുള്ളത്. അപ്പോൾ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. തുടർന്നും ഇതുപോലെ നമ്മൾ വിളിക്കുക, നിങ്ങളുടെ അറിവുകൾ ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.